ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തേതൊരു പ്രാക്ടിക്കൽ കാർപ്പൻറ്റർ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണണേ. നമ്മൾ മരപ്പണിയിൽ പലകയുടെ ആവശ്യം വരുമ്പോൾ പലകകൾ ജോയിൻ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജോയിൻ്റ് ചെയ്യാൻ നിരവധിയായിട്ടുള്ള മെത്തേഡുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു മെത്തേഡാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പലകകളുടെ അരികുകൾ പ്ലെയിനറിൽ വളരെ വളരെ നൈസായിട്ട് ചിന്തയിൽ വെച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് ചിന്തയിൽ വെച്ച് കഴിയുമ്പോൾ ഉള്ള ചേർപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ടോ, വളരെ ക്ലിയർ ആയിട്ടുള്ള ജോയിൻ്റാണ്, നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ജോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. പലകൾ വേർപെടുത്തിയിട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ക്ലിയർ ആയിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ പരിചയപ്പെടുത്തുന്നൊരു സ്ക്രൂ ജോയിൻ്റാണ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. നമ്മൾ രണ്ട് പലകകൾ എങ്ങനെ ചിന്തയിൽ വെച്ച് ചേർത്തിട്ട് സ്ക്രൂ ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുക. അതിനായിട്ട് റൂട്ടർ കൊണ്ട് സ്ക്രൂ ചെയ്യാനുള്ള സ്ലോട്ട് എടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. സ്ലോട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 36/6 സ്ക്രൂ വെച്ചിട്ടാണ് ഇത് യോജിപ്പിച്ചിട്ടുള്ളത്. ആ സ്ക്രൂവിൻ്റെ വണ്ണത്തിന് ആവശ്യമായിട്ടുള്ള ബിറ്റ് വെച്ചിട്ട് ഒരു ഹോൾ ഇടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ യോജിപ്പിക്കേണ്ടുന്ന പലകകളുടെ ഓപ്പോസിറ്റ് പ്രതലങ്ങളിൽ യോജിപ്പിക്കേണ്ട അരികുകളിൽ ഒരു സ്ലോട്ട് തയ്യാറാക്കുകയാണ്. അതിന് നമ്മൾ കാർപ്പൻറ്ററി ഭാഷയിൽ പറയുക പോരം എടുക്കുക എന്ന് പറയുക. അതെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പശ എന്ന് പറയുന്നത് ഫെവിക്കോൾ മറൈനാണ്. അത് കണ്ടില്ലേ, അതിൻ്റെ എഡ്ജിലുള്ള അരികിലുള്ള കോരം കണ്ടില്ലേ, അത് രണ്ട് പലകളിലും ഉണ്ട്. സ്ക്രൂവിൻ്റെ ഉള്ള സ്ലോട്ട് റെഡിയാണ്. സ്ലോട്ട് എടുത്തതിന് ശേഷം സ്ക്രൂവിനുള്ള തുളയിട്ടിരിക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കോരം എടുത്തിരിക്കുന്നു. അതിനുശേഷം ഫെവിക്കോൾ മറൈൻ രണ്ട് അരികിലും രണ്ട് പലകയുടെ അരികിലും വ്യക്തമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് സ്ക്രൂ വെച്ച് യോജിപ്പിക്കുന്നത്. നമ്മൾ ഏത് മെത്തേഡിൽ പലക യോജിപ്പിച്ചാലും തെറ്റില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന പലക നന്നായിട്ട് സീസണിങ് പീരീഡ് ചിലവഴിച്ചതിന് ശേഷം ഉണങ്ങിയ പലകയായിരിക്കണം ഈ ഒരു പ്രവൃത്തിക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും അത് വേർപെട്ട്, അതായത് അകലാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആണ്. നന്നായിട്ട് ഉണങ്ങിയ പലകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കും, നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം ചെയ്യുന്നത്, ആ സ്ക്രൂ വയ്ക്കാനായിട്ടുള്ള സ്ലോട്ട് തയ്യാറാക്കിയിട്ടാണല്ലോ, അത് മരത്തിൻ്റെ ചെറിയ പ്ലഗ് വെച്ചിട്ട് തന്നെ അത് ക്ലോസ് ചെയ്ത് കളയാണ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഉള്ള ജോയിൻറ്റ് മെത്തേഡിനൊരു ഗുണമുണ്ട്. അത്യാവശ്യം വെയിലടിക്കുന്ന ഭാഗത്തൊക്കെ ഉള്ള ഡോറുകളുണ്ടല്ലോ വീടുകൾക്ക്, ആ ഭാഗങ്ങളിലുള്ള ഡോറുകൾക്ക് ഇത്തരം മെത്തേഡിൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേർപെട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുറത്തേക്കുള്ള ഡോറുകൾക്ക് ഇത്തരം ജോയിൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ സ്ക്രൂവിൻ്റെ സ്ലോട്ടുകൾ ഉടൻ പ്ലഗ് വെച്ച് ക്ലോസ് ചെയ്തേക്കുന്നത് മെല്ലെ ഉളുക്കി ചെത്തിയിട്ടാണ് സാധനം അടിക്കുക. കണ്ടോ, ഉളുക്കി ചെത്തുമ്പോൾ പൊളിഞ്ഞു പോകാണ്ട് അത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. പൊളിഞ്ഞ് അടർന്ന് പോയി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ഭംഗി പോകുന്നത് മാത്രമല്ല, ഈ ഒരു പ്ലഗ് വെച്ച് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് അറിയാനായിട്ട് കാരണമാകും. അതിനിട വരാണ്ട് ചെത്തി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് പ്രതലങ്ങളും സാൻഡ് അടിച്ചതിന് ശേഷം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ആ സ്ക്രൂവിൻ്റെ സ്ലോട്ട് കട്ട വെച്ച് ക്ലോസ് ചെയ്തത്, മരത്തിൻ്റെ പ്ലഗ് വെച്ച് ക്ലോസ് ചെയ്തത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. എവിടെയാണ് ജോയിൻറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ജോയിൻ്റാണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് തരിക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.